നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 17 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ ഔദ്യോഗിക രംഗത്ത് പുരോഗതിയും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും പ്രതീക്ഷിക്കാം. ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടാൻ ഇടയുള്ളതിനാൽ മനസ്സിന്റെ സമാധാനം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ദിവസത്തിന്റെ തുടക്കത്തിൽ ശാരീരികമായ ചില അസ്വസ്ഥതകളോ ഊർജ്ജക്കുറവോ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഉച്ച കഴിയുന്നതോടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. രാവിലെ മുതൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമൂഹത്തിൽ പ്രശസ്തിയും കൈവരും. സാമ്പത്തിക ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. ഉച്ചയ്ക്ക് ശേഷം നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്കോ കാഴ്ചയുമായി ബന്ധപ്പെട്ട ചെറിയ ബുദ്ധിമുട്ടുകൾക്കോ സാധ്യത കാണുന്നു. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ ശത്രുക്കളിൽ നിന്നുള്ള വെല്ലുവിളികളോ നിയമപരമായ തടസ്സങ്ങളോ നേരിടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സാഹചര്യങ്ങൾ പൂർണ്ണമായും അനുകൂലമായി മാറും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സന്തോഷവും സംതൃപ്തിയും നൽകുന്ന പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ജീവിതത്തിലേക്ക് വരും. കുടുംബാംഗങ്ങളുമായി അടുപ്പം വർദ്ധിക്കുന്നതിനാൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയും. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പിന്തുണ ലഭിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കരിയറിന് ഗുണം ചെയ്യുന്ന വിദേശയാത്ര നടത്താൻ അവസരം ലഭിക്കും. വരുമാനവും ചെലവും തുല്യമായിരിക്കും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വിശുദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്താൻ അവസരം ലഭിക്കും. ചില വെല്ലുവിളികൾ ഉയർന്നു വരുമെങ്കിലും ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും അവയെ നേരിടാൻ സാധിക്കും. പുതിയ കരാറുകളും ജോലികളും ഏറ്റെടുക്കാൻ സാധ്യത കാണുന്നു. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ ചില വെല്ലുവിളികളും നേരിടേണ്ടി വരും. കരിയറിന് ഗുണം ചെയ്യുന്ന വിദേശയാത്ര നടത്താൻ അവസരം ലഭിക്കും. വരുമാനവും ചെലവും തുല്യമായി മുന്നോട്ടു പോകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. വളരെ കാലമായി കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടാനും സാധ്യതയുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല അടുപ്പമുണ്ടാകും. മാനസിക പിരിമുറുക്കം കുറയും. സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കാനും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അന്യരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുക. ധനനഷ്ടവും അപവാദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദര രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് പദവി ഉയർച്ചയും സ്ഥാനക്കയറ്റവും ലഭിക്കാനിടയുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ബിസിനസ്സുകാർക്ക് വളരെ കാലമായി ഉണ്ടായിരുന്ന പ്രവർത്തനമാന്ദ്യം കുറയുകയും ബിസിനസ് വിപുലീകരിക്കുകയും ചെയ്യും. ചതിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ വ്യവസ്ഥകളും വായിച്ച ശേഷം മാത്രം പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.